ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്ഥലങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തി കേട്ടോ. എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത്. പിന്നെ എല്ലാവരും എന്നാ പറയുന്നത്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ എന്താണ് ഇന്ന് ഇവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ചെറിയ വെയിലുണ്ട്, എന്നാൽ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉള്ള നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണാൻ പറ്റില്ല, മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. എങ്കിലും ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി, എനിക്ക് അടിച്ചു വാരിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുക്കിംഗ് കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കുക്കിങ് ഞാനിവിടെ പകുതി കുക്കിംഗ് ഒക്കെ ആയി കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്ന് ഒരു വീഡിയോ എടുത്താലോ എന്നൊരു ചിന്ത കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മീനിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കഷ്ണം മീൻ, അതായത് എല്ലും കാര്യങ്ങളൊന്നും ഇല്ല, മുള്ളൊന്നും ഇല്ലാത്തൊരു മീൻ. അപ്പം ഞാൻ ഇത് ഫ്രോസണാണ്. അപ്പോൾ ഇത് മേടിച്ചപ്പോഴത്തേക്കും ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചു ഇത് കുറച്ച് വറുത്തതിന് ശേഷം ബാക്കി കറി വെക്കാം എന്നും വിചാരിച്ചു. അപ്പോൾ കറി വെക്കാൻ ഞാൻ ഇതാണ്ട് നമ്മുടെ എല്ലാ സംഭവങ്ങളും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എണ്ണ, കടുക്, പിന്നെ ഉലുവ, ഇതൊക്കെ സംഭവമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടൊരു വീഡിയോ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും വീഡിയോ പകുതി എൻ്റെ പരിപാടി ആയപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന ചിന്തയും വന്നത് കേട്ടോ. അതുവരെ ഞാൻ സത്യം പറയാൻ മറന്നുപോയി. പിന്നെ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിലുള്ളപ്പം ഞാൻ എന്നാ പറയണ്ടേ, എനിക്ക് എല്ലാം നല്ല വൃത്തിയായിട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓൾറെഡി വൃത്തിയായിട്ടൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ എന്തുണ്ടല്ലോ, ഇതാണ്ട് ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുഴുങ്ങി വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് സമയം കിട്ടുന്ന പോലെ അച്ചാറിടാമല്ലോ. നമ്മുടെ സംഭവങ്ങളൊക്കെ വഴന്നു വന്നപ്പോഴത്തേക്കും ഞാനിതാണ്ടേ കുറച്ച് ഫിഷ് മസാലയും പിന്നെ ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒരു കളറിന് വേണ്ടി അങ്ങ് ആഡ് ചെയ്തു കേട്ടോ. ഫിഷ് മസാല ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാശ്മീരി ചേർക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനങ്ങ് ചേർത്തു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറ്, രുചി കുറവാണെങ്കിലും കളറെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും എന്നാ പറയുന്നു, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാഞ്ഞത് കേട്ടോ. പിന്നെ പിള്ളേർ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പൊക്കെയാണ്. പിന്നെ ഇന്ന് ചോറും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മീൻ, കറുപുറാന്ന് ഇങ്ങനെ കടിച്ച് തിന്നാൻ ചോറിൻ്റെ കൂടെ. പിന്നെ മീൻകറിയും പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി എരിവില്ലെങ്കിൽ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ എരിവ് ഇല്ല എന്ന് വിചാരിക്കുന്നു, കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും പിന്നെ നമ്മുടെ ചൂടുവെള്ളവും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടും കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില നാട്ടിൽ പറഞ്ഞ പോലെ കരിയാപ്പില, ഇവിടെ കറിവേപ്പിലയും കൂടെ അങ്ങ് ആഡ് ചെയ്യും. പക്ഷേ കറിവേപ്പില ഇല്ല കേട്ടോ, അതാണ് സത്യാവസ്ഥ. കറിവേപ്പില എല്ലാം തീർന്നു പോയി. ഇനിയിപ്പം ഇന്ത്യൻ ഷോപ്പിൽ പോകണം കറിവേപ്പില മേടിക്കണമെങ്കിൽ. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ ഞാനൊരു കരിവേപ്പില എന്നാ പറയണ്ടേ, ഇവിടെ വളർത്തിയാലൊന്നും ആകത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല, കരിവേപ്പില നടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മീൻ കൊണ്ടാണ് ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നത്. മത്തി ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാ പ്രാവശ്യവും എപ്പോഴും മത്തി കഴിക്കാൻ ഒരു താല്പര്യമില്ലായ്മയാണ്. മത്തി കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഇങ്ങനത്തെ മീൻ വെച്ചും നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം. ഇത് കൂടുതലും വറക്കാനാണ് നല്ലത്, എങ്കിലും ഒന്ന് കറി വെച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ്ട് ഞാൻ നമ്മുടെ ബ്രോക്കോളിയും കാര്യങ്ങളൊക്കെ കഴുകി ഞാൻ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് തോരനുണ്ടാക്കണം. അതിൻ്റെ കൂടെ ഞാൻ ബീൻസും കൂടെ ഇട്ടിട്ടാണ് തോരനുണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ബ്രോക്കോളി പിള്ളേർക്ക് ഇഷ്ടമാണ്, അങ്ങനെ അതുകൊണ്ടാണ് ഇന്നിപ്പം ബ്രോക്കോളിയും നമ്മുടെ ബീൻസും കൂടെ ഇട്ടെന്ന് ഒരു തോരനുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പൂക്കൾ കാണിച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 2 മാസമായി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പണ്ട് ഒരു ഷോപ്പിൽ നിന്ന്, ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് എത്രയാ 1 സംതിങ് റേറ്റിന് മേടിച്ചാണ് കേട്ടോ. ഇനി ഒരു കുഴപ്പമില്ലാതെ ഇത് ഇൻഡോർ ആയതുകൊണ്ടാണ് ഇത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിപ്പം ഔട്ട്ഡോർ പുറത്ത് നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അംശം പോലും കാണത്തില്ല. കാരണം തണുപ്പടിച്ച് കാറ്റടിച്ച് ഇതിന്
നിലനിൽക്കാൻ പറ്റിയല്ല. പക്ഷേ ഇൻഡോർ ആയതുകൊണ്ടാണ് എന്ത് ഭംഗിയോടെ നിൽക്കുന്നത് നോക്കി. അപ്പം നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ പുളിവെള്ളവും കുറച്ച് നല്ല തിളപ്പിച്ച ചൂടുവെള്ളം കൂടി ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കേട്ടോ. അപ്പം ഞാൻ ചൂടുവെള്ളമാണ് സാധാരണ ഒഴിക്കുന്നത്. എല്ലാവരും ചൂടുവെള്ളമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ മീനിടാം കേട്ടോ. എന്താ നമ്മുടെ മീനൊക്കെ ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. കാരണം ഒത്തിരി ഇളക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനത്തെ മുള്ളില്ലാത്ത മീനായതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ നമ്മുടെ ഇതുണ്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ആഡ് ചെയ്യും കേട്ടോ. നമ്മുടെ തക്കാളി ഞാൻ ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഫ്ലെയിം ഇതിൻ്റെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഇത് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിവിടെ ഇരുന്ന് അങ്ങോട്ട് വേകട്ടെ. ഒരു കറിവേപ്പില്ലാത്തതിൻ്റെ ഒരു ഒറ്റ കുറവേ ഉള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല. നമുക്ക് മീൻകറി നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ടേസ്റ്റ് ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പം കറിവേപ്പിലൊരു പ്രശ്നമല്ല. അപ്പോൾ നല്ലൊരു അടിപൊളി മീൻകറിയാണ്, സാധാരണ മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നേ. പിന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ നാരങ്ങ ഇനിയിപ്പം ഞാനൊന്ന് ഇതുണ്ട്, ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് അരിയിടണം. അങ്ങനെ ഞാനാണ്ട് നമ്മുടെ ബ്രൊക്കോളി എല്ലാം കുനുകുനാന്ന് അങ്ങോട്ട് ഇതുണ്ടോ അരിയുവാണ്. ഈ സംഭവത്തെ വെച്ചാണ് ഞാൻ ബോർഡ് വെച്ചാണ് ഞാൻ അരിയുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് സവാളയും പിന്നെ മുളക്, തേങ്ങ വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം ചില നാട്ടിലൊക്കെ തോരനെ ഉപ്പേരി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിൽ ഉപ്പേരിന്ന് കേട്ടിട്ടുള്ള നമ്മുടെ ബനാന ചിപ്സൊക്കെ ഇല്ല, ഉപ്പേരി ചിപ്സ്, അതിനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ എന്നാ നമ്മുടെ ഉപ്പേരി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ചില നാട്ടിൽ തോരന് ഉപ്പേരി എന്ന് പറയുന്ന നമ്മുടെ കുറച്ച് കേരളത്തിൽ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പേരി തോരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ തോരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഇത് നല്ലൊരു എന്നാ പറയണ്ടേ, എല്ലാവർക്കും അറിയാലോ, ഇത് നല്ലൊരു പച്ചക്കറിയാണ്. ഇതിനകത്ത് നല്ല പ്രത്യേകിച്ച് പിള്ളേർക്ക് പറ്റിയ എല്ലാ വൈറ്റമിൻസും പോഷകമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പം വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴും കഴിക്കും കേട്ടോ പിള്ളേർ. പക്ഷേ ഇത് ഡയറക്റ്റ് ഇംഗ്ലീഷ് പിള്ളേരൊക്കെ ഇത് ഡയറക്റ്റ് പുഴുങ്ങിയിട്ട് ഇതിനകത്തോട്ട് എന്തോ ഒരു മസാല എന്തോ ഒരു സംഭവം ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ അങ്ങനെയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി നമ്മൾ ചോറിൻ്റെ കൂടെ ചിലപ്പം കഴിക്കും. അങ്ങനെ നമ്മുടെ ഇടിവെട്ട് നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ അടിപൊളി മീൻകറി കേട്ടോ. ഇത് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നല്ല മീൻകറി, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കളറും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, കറിവേപ്പില ഇല്ലാത്തതിൻ്റെ ഒരു കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതങ്ങ് അടച്ചു വെച്ചു കേട്ടോ. നമ്മുടെ മീൻകറി സെറ്റ്, മീൻ വറുത്തത് സെറ്റ്. പിന്നെ ഇതാണ്ടേ ഞാൻ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാം കണ്ടിച്ച് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അതിട്ട് നമ്മുടെ ഉള്ളി, നമ്മുടെ സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ തേങ്ങായും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഞാൻ അരിഞ്ഞു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറിക്കൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും കേട്ടോ. കാരണം പച്ചക്കറിയല്ലേ, അതുകൊണ്ടാണ്. പിന്നെ എന്നാ പറഞ്ഞാൽ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് തിരുമ്മി ഇടുക കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇത് വെക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ
ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പച്ചക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു തോരൻ ഉണ്ടാക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഈ മിക്സ് ആയിട്ടുള്ള. ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാവോ? അത് വാഷിംഗ് മെഷീൻ ഉണ്ട് ചലിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആകാത്തത്. അപ്പം ഞാൻ ഇതിനകത്ത് തേങ്ങയെല്ലാം ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ കറികൾ എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ നല്ല മീൻ കറിയും മീൻ വറുത്തതും നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിളും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, അതും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ഏകദേശം സെറ്റായി കേട്ടോ. ഇതാണ്ട് നല്ല അടിപൊളി തോരനും കൂടെ സെറ്റായിട്ടുണ്ട്. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ഇതാണ്ട് നല്ല ചോറിനൊക്കെ കുഴച്ച് കഴിക്കാൻ പറ്റുന്ന അടിപൊളി തോരന് മിക്സ് വെജിറ്റബിളും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ കറികളെല്ലാം സെറ്റ് കേട്ടോ. ഇതാണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോക്ക് കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.